കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കുന്ന ഓണാഘോഷ പരിപാടിയായ ഓണോത്സവം 2025 നാലാം ദിനത്തിൽ വൈകുന്നേരം 3 മണിക്ക് നടന്ന പുരസ്കാര വിതരണ ചടങ്ങ് UDF കൺവീനർ അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൻ്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പങ്കെടുക്കുവാനുള്ള അവസരം ലഭ്യമായതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്ന് സത്യത്തിൽ ഇവിടെ വരുമ്പോൾ മാത്രമാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. എന്നെ വിളിച്ച നമ്മുടെ ഷീല ഇല്ലയോ ഷീലയെന്നല്ലയോ പേര്, നേരത്തെ എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് എന്നോട് പറയുകയുണ്ടായി. പക്ഷേ അന്ന് ഒന്നും സൗകര്യപ്രദമായി എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ പരിപാടി ഏറ്റെടുക്കുകയും ചെയ്തില്ല. ഇന്ന് പ്രിയപ്പെട്ട ശ്രീ റുവൽ സിംഗ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനം, അതിലൂടെ ഏതാണ്ട് 42 എന്ന് പറഞ്ഞു എങ്കിലും ബാക്കിയുള്ള ആളുകളെ കൂടി ചേർത്തുകൊണ്ട് ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഈ സ്ഥാപനം വളർത്തിയെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. നല്ല പ്രവർത്തനങ്ങൾ എപ്പോൾ ആരൊക്കെ നടത്തുന്നു, അതാരാണെങ്കിലും ആ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ എന്നും സമൂഹം ആദരിക്കപ്പെടും. സമൂഹം ആദരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ശ്രീ റുവൽ സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമ്മ പണിയെടുത്ത കശുവണ്ടി മേഖലയിൽ പണിയെടുത്തതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. പിന്നീട് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് മെറ്റൽ അടിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതൊക്കെ ഒരു തുടക്കമാണ്. പക്ഷേ അതിലൂടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ആണ് പ്രിയപ്പെട്ട ശ്രീ റുവൽ സിംഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ മഹത്തായ ഒരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കാനുള്ള അവസരം ലഭ്യമായിട്ടുള്ളത് എന്ന് ഞാൻ കാണുകയാണ്. ഇത്തരത്തിൽ മഹത്തായ ഒരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുമ്പോൾ നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുള്ളൂ. ഞാൻ ഈ അടുത്ത സമയത്ത് ഇപ്പോൾ ഓണം ആഘോഷ പരിപാടികൾ നടക്കുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് തന്നെ 2 കൊല്ലം ജില്ലയിലെ നമ്മുടെ സിസ്റ്റർമാർ നടത്തുന്ന ഇതുപോലെ ഒരു സ്ഥാപനമുണ്ട്, വിളക്കുടി സ്നേഹതീരം. ആ സ്നേഹതീരത്തിൽ അവിടെ എന്നെ ക്ഷണിക്കുകയുണ്ടായി. അത് ഏറ്റവും ബഹുമാന്യനും പ്രിയങ്കരനുമായിരുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൾ രൂപീകരിച്ച മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് അവിടെയുള്ള അന്തേവാസികളെ നേരിട്ട് കണ്ട് അവർക്ക് ഒരു സന്തോഷം പകരുവാൻ വേണ്ടി ഓണാഘോഷവേളയിൽ ഞാൻ അവിടെ പോയത്. അതുകൂടാതെ തൊട്ട് അടുത്ത ദിവസം നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ നേതൃത്വത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് രാജീവ് ഗാന്ധി
ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള നിലയിൽ കരുണാലയത്തിൽ, പോത്തങ്കോട് പ്രവർത്തിക്കുന്ന കരുണാലയത്തിൽ ഞാൻ പോവുകയുണ്ടായി. ഇത് മൂന്നാമത്തേതാണ് ഇവിടെ. അപ്പോൾ തുടർച്ചയായി എന്നെ വിളിക്കുന്ന ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ വിളിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം ആഘോഷിക്കുന്നത് ഒരുപക്ഷെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഓണം എന്തായി എന്നതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്, എൻ്റെ ഓണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഘോഷത്തിലൂടെയാണ് എൻ്റെ ഓണം എപ്പോഴും കടന്നു പോകുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് വന്നതിന് ശേഷം 10-25 വർഷക്കാലം കഴിയുന്നു. ആ പൊതുപ്രവർത്തന രംഗത്ത് വന്നതിന് ശേഷം എല്ലാ ഓണസമയത്തും പൊതുജനങ്ങളോടൊപ്പം കൂടി നിന്നുകൊണ്ട് അവരുടെ സന്തോഷത്തിൽ പങ്കാളിത്തം വഹിക്കുകയാണ് എപ്പോഴും നടത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ മനസ്സിൽ ഉള്ളത് ഇതുപോലെയുള്ള സന്തോഷങ്ങൾ പങ്കെടുക്കുക. അതുതന്നെയാണ് വലിയ സന്തോഷമായി ഓണം നമ്മൾ കാണുന്നത് എന്ന് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയേണ്ടതായിട്ട് വരും. ഇവിടെ നിങ്ങൾ ഈ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ആദരിക്കപ്പെടുന്നു. ഇപ്പോൾ ശ്രീകുമാർ ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, ഈ ഒന്നിച്ച് താമസിപ്പിക്കാൻ പറ്റില്ല, അത് രണ്ടാക്കണം, അതൊക്കെ ഈ അടുത്ത സമയത്തെങ്ങനെ വന്ന ഉത്തരവാണ് ആണ്. കാര്യം എൻ്റെ സത്യത്തിന് ആദ്യമായിട്ടാണ് വന്നത്. ഗാന്ധി ഭവനിലും ഞാൻ പോയിരുന്നു, ഇപ്പോഴല്ല. ഗാന്ധി ഭവനിൽ അവരുടെ പരിപാടിക്ക് വിളിക്കുന്ന അവസരങ്ങളിൽ ഞാൻ പത്തനാപുരത്ത് പോയിട്ടുമുണ്ട്. അവിടെ ഇത്തരത്തിലൊരു വേർതിരിവ് അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല. അതേതായാലും എന്താണെന്ന് അന്വേഷിക്കാം. എന്തായാലും അതിന് പരിഹാരം എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട ശ്രീ റൂബൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ സ്ഥലം കണ്ടെത്തുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിരവധി ആളുകൾ മുമ്പോട്ട് വന്നു എന്ന് പറയുന്നത് നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെയൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാലൊന്നും ആരും തിരിഞ്ഞു നോക്കാറില്ല. നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പാവപ്പെട്ട ആളുകൾക്ക് ഒരു കൈത്താങ്ങ് നൽകുവാൻ എപ്പോഴും തയ്യാറായി നിൽക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാനാണ് എപ്പോഴും കഴിയുന്നത്. നമ്മൾ നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ എപ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന സത്യാവസ്ഥകൾ നമ്മൾ കാണുന്നു. ഇവിടെ ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ വിവിധ ഘട്ടങ്ങളിലായി കേരളത്തിൽ മന്ത്രിസഭയിൽ അംഗമാകാനുള്ള ഒരു അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചതാണ്. ആദ്യം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്, അന്നാണ് ഈ നെല്ല് ഏറ്റെടുക്കാനുള്ള നടപടികൾ അന്ന് സ്വീകരിച്ചത്. അതിന് തുടക്കക്കാരൻ ഞാൻ തന്നെയായിരുന്നു. ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശാനുസരണമാണ് ഞാനത് ചെയ്തത്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. പക്ഷേ ആളുകൾക്ക് പൈസ കിട്ടുന്നില്ല. ഞാനിത് മറ്റൊരർത്ഥത്തിൽ പറയുകയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ അതിനുശേഷം ആരോഗ്യവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന അവസരത്തിലാണ് ഉമ്മൻചാണ്ടി ഒരിക്കൽ രാത്രിയിൽ എന്നെ വിളിച്ച്, തുടക്കമാണ് 2011 മന്ത്രിസഭ ഉണ്ടായി, അവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കണം. അന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചതല്ല, ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ KM മാണിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത്. ഒരു ദിവസം അർദ്ധരാത്രി അദ്ദേഹം എന്നെ വിളിച്ചു ഉണർത്തി. ആരാ? ഉമ്മൻചാണ്ടി. എന്നോട് ചോദിച്ചു, ഉറങ്ങിപ്പോയോ? ഞാൻ പറഞ്ഞു, ഉറങ്ങിയില്ല, ഞാനിവിടെ തന്നെ ഉണ്ട്, തൊട്ടടുത്താണ് താമസിക്കുന്നത്. എന്നാൽ വേഗം വരാൻ പറഞ്ഞു. രാത്രിയിലെ സമയമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞത്, താൻ നാളെ തന്നെ പോയി മാണി സാറിനെ കാണണം. മാണി സാറിനെ കാണുക മാത്രമല്ല, നമുക്ക് ഒരു പ്രൊപ്പോസൽ ഉണ്ടാക്കി കൊടുക്കണം. കേരളത്തിൽ ഇപ്പോൾ 5 മെഡിക്കൽ കോളേജ് മാത്രമാണുള്ളത്. തിരുവനന്തപുരം, ആലപ്പുഴ,
കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്. അപ്പോൾ നമുക്ക് ചികിത്സാ രംഗത്ത് പാവപ്പെട്ട ആളുകൾക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിക്കണം എങ്കിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലകൾ തിരഞ്ഞെടുക്കണം. അത് തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ പുതിയ മെഡിക്കൽ കോളേജിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകണം, ബഡ്ജറ്റിലൂടെ വരണം. ആ പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് വേണ്ടി പിറ്റേ ദിവസം രാവിലെ തന്നെ ബഹുമാനായ മാണി സാറിനെ ഞാൻ പോയി കണ്ടു. എൻ്റെ പ്രൊപ്പോസൽ ഞാൻ കൊടുത്തതനുസരിച്ചാണ് പത്തനംതിട്ടയും ഇടുക്കിയും മലപ്പുറത്തും കാസർഗോഡും ഓരോ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ആ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് അതിന് സഹായങ്ങൾ കിട്ടുക എന്ന ലക്ഷ്യമായിരുന്നു ഉണ്ടായത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ആരോഗ്യവകുപ്പിൽ നിന്ന് മാറ്റി റവന്യൂ വകുപ്പിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വരുമ്പോഴും ഉമ്മൻചാണ്ടി സാറിന് ഒരു മഹത്തായ ലക്ഷ്യമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒത്തിരി ആളുകൾക്ക് ഇന്ന് ഒരിഞ്ച് ഭൂമി പോലും ഇല്ലാത്തവർ കേരളത്തിലുണ്ട്. ആദ്യം അത് കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള സമയബന്ധിതമായി താൻ ഒരു പ്രഖ്യാപനം നടത്തണം. സമയബന്ധിതമായി അത് കണ്ടെത്താൻ വേണ്ട നടപടികൾ സ്വീകരിച്ച് എത്ര ആളുകളുണ്ട് എന്ന് ആദ്യം കണ്ടെത്തുക. അതിനുശേഷം നമുക്ക് തരിശായി കിടക്കുന്ന ഭൂമി കണ്ടെത്തി അവിടെ അവർക്ക് ആ ഭൂമി കൊടുക്കാനുള്ള നടപടി ഉണ്ടാക്കണം. അതാണ് ശ്രീ ജയചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചത്. ഏതാണ്ട് അന്ന് എൻ്റെ ഒരു ഓർമ്മ 68,000-ലധികം ആളുകൾക്ക് മന്ത്രിസഭ മാറുന്നതിന് മുമ്പ് 68,000-ലധികം ആളുകൾക്ക് ഭൂമി കൊടുക്കാനുള്ള ഉള്ള നടപടി ഉണ്ടായി. ഞാൻ പറഞ്ഞത് ഇതൊക്കെ പാവങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ചുമതലയും ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമാണ്. ഞാൻ ഈ പലപ്പോഴും ഇപ്പോൾ ഇവിടെ നമ്മുടെ ജോർജിയയിൽ പഠിച്ച ഡോക്ടർ ഇവിടെ ഇരിക്കുന്നു. ഞാൻ പലപ്പോഴും ഈ ഡോക്ടർമാരോട് പറയാറുള്ളത് ഒരു കാര്യമുണ്ട്. മനുഷ്യത്വപരമായ ഒരു സമീപനം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ മുമ്പിലേക്ക് ഒരു രോഗി വരുമ്പോൾ ആ രോഗിയെ ഒന്ന് സ്വാതന്ത്ര്യപ്പെടുത്താൻ ഒരുപക്ഷേ ഡോക്ടർമാർ എന്നുള്ള നിലയിൽ അവരുടെ നല്ല വാക്കുകൾ, നല്ല പരിചരണം, അത് അവരുടെ വാക്കുകളിലൂടെ അവർക്ക് കിട്ടും, അവർക്ക് ആസ്വദിക്കാം. പലപ്പോഴും മാറാ രോഗികളായി വരുന്ന ആളുകൾക്കും പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം അവരെ ഒന്ന് സ്വാതന്ത്ര്യപ്പെടുത്തുക, അതിനൊരു ആശ്വാസം പകർന്നു കൊടുക്കുക. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. മാത്രമല്ല, ഞാൻ പണ്ട് എന്നെ ഡോക്ടറാക്കാൻ വേണ്ടി പഠിപ്പിച്ചതാണ്. പക്ഷെ തലയിലെടുത്ത് മോശമായിപ്പോയി എന്നുള്ളതുകൊണ്ട് ഡോക്ടറാകാൻ കഴിഞ്ഞില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടറാക്കണം. ഞാൻ ഒറ്റയ്ക്ക് ഒരാളേ ഉള്ളൂ. അവസാനം അതുപോലെ വലിയ മാർഗ്ഗമൊന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടിയതുപോലെ വലിയ മാർഗ്ഗമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും അന്ന് ശുപാർശയുടെയൊക്കെ പുറത്ത് എന്നെ ചങ്ങനാശ്ശേരി SP കോളേജിൽ കൊണ്ടുവന്ന് ചേർത്തു. സെക്കൻഡ് ഗ്രൂപ്പ് എടുപ്പിച്ചു. അവരുടെ ആഗ്രഹം പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ അടുത്തത് ഡോക്ടറാക്കാൻ വേണ്ടി പഠിപ്പിച്ചാണ്. പക്ഷെ പഠിച്ചതുമില്ല, ഡോക്ടറാകാൻ കഴിഞ്ഞതുമില്ല. പക്ഷേ പിന്നീട് ഡോക്ടർമാരെ നിയന്ത്രിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ളൊരു അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചു. ഞാൻ അപ്പോഴെല്ലാം അവരോട് പറയാറുള്ള ഒരു കാര്യം, എൻ്റെ മകളും ഡോക്ടറാണ് ഇപ്പോഴും. എന്നെക്കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം എവിടെയെങ്കിലും ഒന്ന് പൂർത്തീകരിക്കണമല്ലോ എന്ന് വെച്ച് എൻ്റെ മകളെ കൊണ്ടൊന്ന് പഠിപ്പിച്ചു. അവൾ ഡോക്ടറാണ്, അനന്തപുരിയിലെ ഡോക്ടറാണ്. ഞാൻ പറഞ്ഞത്, എപ്പോഴും മനുഷ്യത്വപരമായ ഒരു സമീപനം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ നമ്മുടെ സമുദ്രതീരത്ത് ഉള്ള പാവപ്പെട്ട ആളുകൾ എന്തുകൊണ്ട് റൂവൽ സിംഗിനെ കാണാൻ വരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ വേദിയിലുള്ള നിരവധി ആളുകളെ കാണാൻ വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ കാണിക്കുന്ന മനുഷ്യത്വപരമായ സമീപനത്തിലൂടെയാണ് ഇവിടേക്ക് ഓടി വരുന്നത് എന്ന് കാണുവാൻ കഴിയും. എൻ ജയചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ 43ാമത് അന്തേവാസിയായി ഈ റൂവൽ സിംഗിൻ്റെ അമ്മ സുധ ഇവിടുത്തെ അന്തേവാസിയാണ്. 44ാമത്തെ അന്തേവാസിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യ രോഹിണി ഇവിടുത്തെ അന്തേവാസിയാണ്. 45ാമത്തെ അന്തേവാസിയായി സെനഗൽ അദ്ദേഹത്തിൻ്റെ മകനാണ്.
മകൾ സമുദ്രയും ഇവിടുത്തെ അന്തേവാസിയാണ്. അപ്പോൾ ഞങ്ങളും അക്കൂട്ടത്തിൽ ഈ ഈ മതേതര കുടുംബ കേന്ദ്രവുമായി വയോജന കേന്ദ്രവുമായി വളരെ ആത്മബന്ധം പുലർത്തി വരുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ ബഹുമാന്യനായ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് എന്നും വേറിട്ട ശബ്ദത്തിനുടമയായ ശ്രീ അടൂർ പ്രകാശ് അവറുകളെ ആറ്റിങ്ങൽ MP എന്നുള്ള നിലയിലല്ല ഞാൻ വ്യക്തിപരമായി കാണുന്നത്. കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയ വിപ്ലവം വരുത്തിയ ഭൂപരിഷ്കരണ നിയമം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ വിപ്ലവമാണ് വരുത്തിയത്. അതിനുശേഷം രണ്ടാമതൊരു വിപ്ലവം നടന്നത് വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുവാൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് തീരുമാനിക്കുകയുണ്ടായി. അന്ന് കേരളത്തിൽ ഈ പുറംപോക്കുകൾ ബഹുമാന്യനായ മന്ത്രി ഇരിക്കുന്നത് കൊണ്ട് ഞാനങ്ങനെ പുകഴ്ത്തി പറയുകയല്ല, ഏതാണ്ട് 6 ലക്ഷം ആളുകൾക്ക്, അന്ന് അദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു, 6 ലക്ഷം ആളുകൾക്കാണ് 4 സെൻറ്റ് വീതം പതിച്ചു കൊടുക്കാൻ ആ ഗവൺമെൻറ് തീരുമാനിച്ചത്. അതിന് ചുക്കാൻ പിടിച്ചത് ഇന്ന് ഇവിടെ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ്, ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള ശ്രീ അടൂർ പ്രകാശ് MP ആണ്. അതുമാത്രമല്ല, ആ ഭൂപരിഷ്കരണ ആ നിയമപ്രകാരം ഞങ്ങളുടെ എഴുകോണിൽ ഒരു 12 ഏക്കർ വസ്തു കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ വില്ലേജ് ഓഫീസർ ഒരു ദിവസം ഇവിടെ വന്ന് ചങ്ങല ഒക്കെ പിടിച്ച് അളന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ആളുകൾക്ക്, എൻ്റെ പഞ്ചായത്തിൽ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് അതിൽ നിന്ന് 4 സെൻറ്റ് വീതം മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം പതിച്ചു കൊടുത്തു. പക്ഷേ അതിൻ്റെ ഉടമ കേസിന് പോയി, കളക്ടർക്ക് പരാതി കൊടുത്തു. മന്ത്രിയെ തന്നെ സമീപിച്ചപ്പോഴാണ് ആ ഉടമ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് എന്നറിയുന്നത്. പക്ഷേ ആ മന്ത്രി, ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത് ഇന്നും വളരെ ആദരവോടെയാണ് ഞാൻ ഓർക്കുന്നത്. ആ ഉത്തരവ് മാറ്റി പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. വസ്തു അനാഥമായി കാട് പിടിച്ച് കിടന്നു, അത് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു, അത് പാവപ്പെട്ടവർക്ക് കൊടുത്തു. ഇനി അത് നിയമക്കുരുക്കിലേക്ക് പോകുന്നില്ല, ആ വസ്തു അതിൽ വിട്ടുകൊടുക്കട്ടെ എന്നാണ് ഈ ഉടമയടക്കമുള്ള ആളുകൾ അവിടെ ചെന്നപ്പോൾ ബഹുമാന്യനായ മന്ത്രി അവരോട് പറയുന്നത്. വളരെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് എന്നും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുമാത്രം ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. കേരളത്തിൽ 4 മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആളുകൾക്ക് വീട് വെക്കാൻ വസ്തു 4 സെൻറ്റ് വീതം പതിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല കിട്ടി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ പാരിപ്പള്ളി അടക്കമുള്ള മുഴുവൻ മെഡിക്കൽ കോളേജുകൾക്കും അതിന് രൂപം നൽകുവാനും പാവപ്പെട്ട രോഗികൾക്ക് യഥാസമയം ചികിത്സ കിട്ടുന്നതിനും വേണ്ടിയുള്ള നടപടികൾ എടുത്ത വലിയ വിപ്ലവമായിരുന്നു കേരളത്തിൽ. അതുമാത്രമല്ല, ഇവിടെ നമ്മളൊരു ഡോക്ടറെ ആദരിക്കുന്നുണ്ട്, ഒരു കുട്ടിയെ ആദരിക്കുന്നു. ആ കുട്ടി ജോർജിയയിലാണ് പഠിച്ചത്. അപ്പോൾ കേരളത്തിലെ പാവപ്പെട്ട ആളുകളുടെ മക്കൾക്ക് പഠിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എൻട്രൻസ് എഴുതി പഠിക്കുവാൻ വേണ്ടി എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ ശ്രീ അടൂർ പ്രകാശ് MP കൂടി പങ്കാളിയായിരുന്ന ആ മന്ത്രിസഭയാണ് തീരുമാനിച്ചത്. അങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ വിപ്ലവ രംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച മന്ത്രിമാരിൽ പ്രമുഖ സ്ഥാനമാണ് ബഹുമാന്യനായ ശ്രീ അടൂർ പ്രകാശിനുള്ളത്. അതുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഈ ചടങ്ങിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പീഡ ഉറുമ്പിനും വരുത്തരുതെന്ന് ഉര ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് റോയൽ സിംഗ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. റോയൽ സിംഗിന് മറ്റൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ സാധാരണക്കാരുടെ ഇടയിൽ പാറ പൊട്ടിച്ച് അമ്മ കൊണ്ടുവരുന്ന കശുവണ്ടി ഫാക്ടറിയിൽ പോയി ജോലി ചെയ്ത് കൊണ്ടുവരുന്ന വരുമാനം ഉപയോഗിച്ച് ജീവിച്ച റോയൽ സിംഗ് ഇന്ന് ഞാനീ പറഞ്ഞ 42-ലധികമായി ഈ പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഇവിടെ ശ്രീകുമാർ സൂചിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഏറ്റവും അവസാന ഞായറാഴ്ച, എല്ലാ മാസവും അവസാന ഞായറാഴ്ച കല്ലുവാതുക്കൽ കൂടി പോകുന്ന ആളുകൾ പലപ്പോഴും ചോദിക്കും, ഇവിടെ എന്താണ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ UP സ്കൂളിൽ 1000-ലധികം ആളുകളാണ് പല ജില്ലകളിൽ നിന്നായി എത്തിച്ചേരുന്നത്. 1 രൂപ പോലും അവരിൽ നിന്ന് ഒരു രജിസ്ട്രേഷൻ ഫീസ് വാങ്ങാതെ അവർക്ക് അങ്ങോട്ട് വെള്ളം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, അവരെ KSRTC ബസ് ബുക്ക് ചെയ്ത് അവരുടെ ട്രെയിനിൽ കൊല്ലത്ത് കൊണ്ടുപോയി ട്രെയിനിൽ കയറ്റി തിരുനെൽവേലിയിൽ എത്തിച്ച് അവർക്ക് ചികിത്സ നൽകി
തിരിച്ചു നൽകുവാൻ, അപ്പോൾ സമൂഹത്തിൻ്റെ ഏതാണ്ട് പാവപ്പെട്ടവരായ ആയിരക്കണക്കിന് ആളുകൾക്ക് കാഴ്ചയുടെ ദീപം പകർന്നു നൽകുവാനും ശ്രീ ധ്രുവൽ സിംഗിൻ്റെ നല്ല മനസ്സിന് കഴിഞ്ഞിട്ടുണ്ട്. കോട്ടാത്തല ശ്രീകുമാർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. സമുദ്രതീരത്തിൽ ഓണാഘോഷം 26-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞു. ബഹുമാന്യനായ NK പ്രേമചന്ദ്രൻ MP ആണ് ഈ ഓണോത്സവം 2025 ഉദ്ഘാടനം ചെയ്യുന്നത്. അത്തം മുതൽ 10 നാൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികളാണ് എല്ലായിടത്തും നടക്കുന്നതെങ്കിൽ ഇവിടെ 14 ദിവസത്തെ ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ 14 ദിവസവും വ്യത്യസ്തമായ പരിപാടികൾ, കൈകൊട്ടിക്കളി, ചലച്ചിത്ര ഗാന മത്സരം, പൂക്കള മത്സരം തുടങ്ങി നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ എല്ലാ മത്സരങ്ങളെയും ഏറ്റവും പ്രതിഭാശാലികളെയും ഈ ചെറിയ വേദിയിലേക്ക് എത്തിക്കുവാനാണ് സംഘാടകർ ശ്രമിച്ചത്. ഓണം ഓർമ്മകളുടെ ഉത്സവകാലമാണെന്ന് പറയുന്നത് വെറുതെയല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകും ഓണത്തെപ്പറ്റി പറയുവാൻ ഒരുപാട് വാക്കുകളും വാചകങ്ങളും. ഈ സമുദ്രതീരത്തിലാണ്ട് 42 അച്ഛനമ്മമാരുണ്ട്. റിട്ടയർഡ് പ്രഥമാധ്യാപിക ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് എന്നതാണ് ഞാൻ സൂചിപ്പിച്ച ഒരുപാട് ഓർമ്മകൾ. വിദ്യാലയങ്ങളിലെ കൊച്ചു കുഞ്ഞുങ്ങളുമായി ഓണം ആഘോഷിച്ചതും, സ്വന്തം കുടുംബത്തിൽ ഓണം ആഘോഷിച്ചതും, പുത്തൻ ഉടുപ്പ് വാങ്ങിക്കൊടുത്തതും, അവരുടെ സന്തോഷങ്ങളിലെല്ലാം കളിചിരികളിലെല്ലാം പങ്കെടുത്തതുമായ ഒട്ടനവധിയായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് ആളുകളാണ് നമുക്കൊപ്പം കൂടി ഇന്ന് വർത്തമാനം പറയുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സമുദ്രതീരം പ്രവർത്തനം ആരംഭിച്ചിട്ട് 5ാമത്തെ ഓണാഘോഷമാണ്. ഞാൻ പറഞ്ഞു 42 പേര് ഇവിടുത്തെ അച്ഛനമ്മമാരായിട്ടുണ്ട്. ഈ സംസ്ഥാനത്ത് ഏതാണ്ട് 1093 അഭയകേന്ദ്രങ്ങൾ ഇപ്പോൾ അംഗീകൃതമായി പ്രവർത്തിക്കുന്നു. ഇവിടെയെല്ലാമായി 1,10,000-ത്തിലധികം ആളുകൾ താമസിച്ചു വരികയാണ്. ഇപ്പോൾ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ലിസ്റ്റ് വന്നപ്പോഴാണ് ഇത്രയധികം അഭയകേന്ദ്രങ്ങൾ അംഗീകൃതമായി ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. എന്നാൽ അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമാണ് സമുദ്രതീരമെന്ന ഈ വയോജന കേന്ദ്രം. ഇവിടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇതിന് ചെയർമാനായിട്ടുള്ള ശ്രീ ധ്രുവൽ സിംഗ് അദ്ദേഹം മറ്റൊരു അഭയകേന്ദ്രവുമായി ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചപ്പോഴാണ് സ്വന്തം നിലയിൽ ഈ അച്ഛനമ്മമാർക്ക് യാതൊരുവിധമായ ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, അത് ലാഭേച്ഛ എന്നൊരു സംഗതി ഉണ്ടാകരുത് എന്ന ചിന്തയോടുകൂടി തൻ്റെ കുടുംബ വീട്, ഇത് പഞ്ചായത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് അനുവദിച്ച ഒരു വീടാണ് ധ്രുവൽ സിംഗിൻ്റെ കുടുംബ വീട്. ആ കുടുംബ വീട് തന്നെ ഒരു വയോജന കുടുംബമാക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മതേതര വയോജന കുടുംബം, കൂട്ടുകുടുംബം എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു 42 പേരാണ് ഇവിടെ താമസിക്കുന്നതെന്ന്. 300-ലധികം അപേക്ഷകളാണ് ഇവിടെ ലഭിച്ചത്. എൻ്റെ അച്ഛനെ സംരക്ഷിക്കണം, എൻ്റെ അമ്മയെ സംരക്ഷിക്കണം, എൻ്റെ അപ്പൂപ്പനെ സംരക്ഷിക്കണം, അമ്മൂമ്മയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ തരുവാനും അവരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തുവാനൊന്നും ഒരു നാണക്കേടുമില്ലാത്ത ആളുകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴും നമുക്കും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ വന്നു ചേരേണ്ട അവസ്ഥകൾ, ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് പോകേണ്ട അവസ്ഥയുണ്ടാകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ധ്രുവൽ സിംഗിനെ സംബന്ധിച്ച് ഇത് പാറ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. ഈ പ്രദേശത്ത് ഒരുവിധമുള്ളവരെല്ലാം പാറപ്പണിക്കാരാണ്, കരിങ്കൽ തൊഴിലാളികളായിരുന്നു. ധ്രുവൽ സിംഗിൻ്റെ അച്ഛൻ ധ്രുവൽ സിംഗിനെ ചെറിയ പ്രായത്തിൽ ഉപേക്ഷിച്ച് പോയതാണ്. അമ്മ ഇവിടെ ബാക്കിൽ ഇരിപ്പുണ്ട്. ആ അമ്മ കശുവണ്ടി ഫാക്ടറിയിൽ പോയതിന് ശേഷം തിരികെ എത്തിയിട്ട് ചുറ്റികയുമായി ഈ പാറമടയിൽ വന്ന് പാറയടിക്കുമ്പോൾ ഈ ധ്രുവൽ സിംഗും ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയ്ക്കൊപ്പം മെറ്റലടിക്കാൻ കൂടി. ആ മെറ്റലടിക്കാരൻ പിന്നീട് കൂടമടിക്കുന്ന വലിയ പാറ തൊഴിലാളിയായി മാറി. പിന്നീട് അദ്ദേഹം മറുനാടുകളിലേക്ക് ജോലി അന്വേഷിച്ച് പോകേണ്ട സ്ഥിതിയുണ്ടായി. അവിടെയൊക്കെ സഞ്ചരിച്ചിട്ടും ശാശ്വതമായ ഒരു പരിഹാരവും ഉണ്ടാകാൻ തിരിച്ച് നാട്ടിലെത്തി ഇവിടുത്തെ ഓട്ടോ ഡ്രൈവറായി. പിന്നീട് ഫാം നടത്തി, ഒട്ടനവധിയായ തൊഴിലുകൾ ചെയ്തു. ഇതൊന്നും ശാശ്വതമായില്ല. ഒടുവിലാണ് അദ്ദേഹം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇറങ്ങിത്തിരിച്ചത്. എന്തായാലും അത് ശുഭലക്ഷണമായി. അദ്ദേഹം ഇന്ന്
ഈ സംസ്ഥാനം അറിയപ്പെടുന്ന സമുദ്ര കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമ കൂടിയാണ്. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് 30-ലധികം വീടുകൾ അതിൻ്റെ താക്കോൽ കൈമാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. 30-ലധികം വീടുകൾക്ക് താക്കോൽ കൈമാറുമ്പോൾ ഒരു വിഹിതം അദ്ദേഹത്തിന് കിട്ടും, ലാഭവിഹിതം കിട്ടും. ഈ ലാഭം എങ്ങനെ പൊതുസമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് റൂവൽ സിംഗ് ചിന്തിച്ചതാണ് ഇത്തരമൊരു അഭയകേന്ദ്രത്തിന് തുടക്കം ഇടാൻ കാരണമായി വന്നത്. അമ്മൂമ്മയ്ക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ട് ഒത്തിരി കാലം ജീവിച്ചതിന് ശേഷം മരണപ്പെട്ടു പോയ ആളാണ്, കാഴ്ചയില്ലാതെ. ആ അമ്മൂമ്മയുടെ ഓർമ്മയ്ക്കായി എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് നടത്തുന്നു. ഞാനും ചെറിയ പ്രായത്തിൽ മുതൽ പൊതുപ്രവർത്തന രംഗത്തും ഇത്തരം ക്ലബ്ബുകളിലുമൊക്കെ പ്രവർത്തിച്ചു വന്നയാളാണ്. ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ അവിടെ കൂടിപ്പോയാൽ എത്തുന്നത് 70 പേരാണ്. 100 പേര് വന്നെടുത്തു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്യാമ്പാണ് ഞങ്ങൾ നടത്തിയതെന്ന് വീമ്പിളക്കുന്നവരാണ് ഞങ്ങളൊക്കെ. എന്നാൽ ഇവിടുത്തെ ക്യാമ്പിൽ വന്ന് കണ്ടാൽ തലേന്ന് രാത്രി മുതൽ ആളുകൾ വന്ന് കാത്തുകെട്ട് നിൽക്കുകയാണ്. 700 മുതൽ 1200 പേര് വരെ ഓരോ ക്യാമ്പിലും പങ്കെടുക്കുന്നു. ഈ ജില്ലയിൽ ഉള്ളവർ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നുമൊക്കെ ആളുകൾ ഈ ക്യാമ്പിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചു വരികയാണ്. അവിടെ എത്തുന്ന രോഗികളെ തിരുനെൽവേലിയിൽ കൊണ്ടുപോയി സൗജന്യ ശസ്ത്രക്രിയ മുഴുവൻ നടത്തി ഭക്ഷണം ഉൾപ്പെടെ വാങ്ങിക്കൊടുത്ത് അവർക്ക് പോകാനുള്ള മുഴുവൻ ചെലവും എടുത്തിട്ടാണ് റൂവൽ സിംഗ് ആ ചികിത്സയുടെ കർമ്മം പൂർത്തിയാക്കുക. തുടർ ചികിത്സയ്ക്കുള്ള സംവിധാനവുമുണ്ട്. ക്യാൻസർ രോഗികൾക്കായി ഒരു നിധി സ്വരൂപിച്ചു. അത് ഒട്ടനവധിയായ പാവങ്ങൾക്ക് അത് നൽകി വരുന്നുണ്ട്. പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു അലമാര സ്ഥാപിച്ചു. ആ അലമാരയിൽ നിന്നും അപകടത്തിൽ പരിക്കേറ്റ് ആരെത്തിയാലും ചോരയൊലിപ്പിച്ച് രാത്രിയിൽ ഒരു അപകടവുമായി വന്ന് ആ ആശുപത്രിയിലേക്ക് എത്തിയാൽ ഓടിപ്പോയി ഒരു തോർത്ത് വാങ്ങാനോ മുണ്ട് വാങ്ങാനോ കഴിയില്ല. ഈ അലമാര തുറന്നിട്ട് പുതിയ വസ്ത്രങ്ങൾ എടുക്കാം സൗജന്യമായി. എത്രയോ കാലമായി പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അത്തരമൊരു അലമാര പ്രവർത്തിച്ചു കൊടുക്കുന്നു. എപ്പോൾ തീർന്നാലും അത് നിറച്ചു വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ ആ നിലയിൽ നടത്തുന്ന ഒരു ആംബുലൻസ് വാങ്ങിയിട്ട് സൗജന്യമായി തേരാപ്പാര ഓടുകയാണ്. ആർക്കെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഈ സമുദ്രജലത്തിൻ്റെ ഏതെങ്കിലും നമ്പറിലേക്ക് വിളിച്ചാൽ ആംബുലൻസ് അവിടെ എത്തും. പെട്രോൾ അടിക്കാൻ പോലും 1 രൂപ പോലും വാങ്ങാറില്ല. ഒട്ടനവധിയായ പെൺകുട്ടികളെ വിവാഹം നടത്തിയയക്കാൻ വേണ്ടി റൂവൽ സിംഗിൻ്റെ സഹായങ്ങളെത്തി. ക്യാൻസർ രോഗികളുടെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ രോഗികളായി അവശത അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് കണ്ണീരൊപ്പുവാൻ റൂവൽ സിംഗിന് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നമുക്ക് മുന്നിൽ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. ഒത്തിരി കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. പഠനോപകരണങ്ങൾ വാങ്ങി നൽകി, ബാഗ് വാങ്ങി നൽകി, യൂണിഫോമുകൾ വാങ്ങി നൽകി. തൊട്ടടുത്ത കല്ലുവാതുക്കൽ സ്കൂളിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. ആ സ്കൂളിനൊരു കെട്ടിടം നിർമ്മിച്ചു കൊടുത്തു തുടങ്ങി. അദ്ദേഹം ചെയ്യാത്ത പ്രവൃത്തി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാനായിരിക്കും ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നല്ല മനസ്സോടുകൂടി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇത്തരമൊരു അഭയകേന്ദ്രം തുടങ്ങുവാൻ കഴിഞ്ഞു. 42 പേരെ ഇവിടെ താമസിപ്പിക്കുന്നു. അങ്ങനെ താമസിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ മറ്റൊരു ഉത്തരവ് വരുന്നത്. അച്ഛന്മാരും അമ്മമാരും ഈ വയസ്സാങ്കാലത്ത് ഒന്നിച്ച് ഒരു കെട്ടിടത്തിൽ താമസിക്കാൻ പറ്റത്തില്ല. മുൻ മന്ത്രി കൂടിയാണ്, MP ആണ് ശ്രീ അടൂർ പ്രകാശ്. അദ്ദേഹം അടക്കമുള്ളവർ ജനപ്രതിനിധികൾ ഈ വിഷയം ശ്രദ്ധിക്കണം. ഈ ഒരു കൂരയ്ക്ക് കീഴിൽ ഇത് 2 നില കെട്ടിടമാണെങ്കിൽ 3 നില കെട്ടിടമാണെങ്കിൽ ആ കെട്ടിടത്തിലും പറ്റത്തില്ല. പ്രത്യേകം കെട്ടിടങ്ങൾ വേണം. ഒന്നുകിൽ അച്ഛന്മാർ അല്ലെങ്കിൽ അമ്മമാർ. അവർക്കൊന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത വിധമാണ് അത്തരമൊരു നിയമ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു നോട്ടീസ് വന്നപ്പോൾ റൂവൽ സിംഗ് തകർന്നുപോയി. ഈ 42 പേര് അന്നില്ല. എന്നാൽ പോലും ഇവരെ എവിടെ ഇറക്കി വിടും? 2 വർഷം മുൻപ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. കുറച്ച് പേരോട് വർത്തമാനം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 2 ലക്ഷം രൂപ വീതം തരാം. 40 പേരാണ് 2 ലക്ഷം രൂപ വീതം കൊടുക്കുവാൻ മുന്നോട്ട് വന്നത്. തൊട്ടടുത്ത് 600 മീറ്റർ അപ്പുറത്തായി ഒരു കെട്ടിടം പണിഞ്ഞു. സ്ഥലം വാങ്ങി 40 പേരും ഓരോ മുറി വീതം സ്പോൺസർ ചെയ്തപ്പോൾ ഇപ്പോൾ 2 നില കെട്ടിടം പൂർത്തിയായി. ആ 40 പേരുടെ സഹായം മാത്രമല്ല, റൂവൽ സിംഗ് സകലതും പണയം വെക്കാൻ പറ്റുന്ന സകലതും പണയം വെച്ച് ബാങ്ക് വായ്പയും എടുത്ത് സ്വന്തം തൊട്ടടുത്ത് വേറൊരു വീടും കൂടിയുണ്ട്. ആ വീട് ഉൾപ്പെടെ വായ്പ എടുത്തിട്ട് അതിൻ്റെ എല്ലാ ബാധ്യതകളും വരുത്തി ആ കെട്ടിടം ഇപ്പോൾ പൂർത്തീകരണത്തിൽ 2 നില പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലാണ്. അതിന് ഒരു ലിഫ്റ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം വേണമെങ്കിലും അതിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിക്കുമ്പോഴും അതിലേക്ക് ഒന്നുകിൽ അച്ഛന്മാർ അല്ലെങ്കിൽ അമ്മമാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. 5 നില കെട്ടിടമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ 5 നില പൂർത്തിയായാലും ഇതിലേതെങ്കിലും ഒരു കൂട്ടർക്ക് താമസിക്കാൻ കഴിയുകയുള്ളൂ. പകരം ഇവിടെ പുതിയ സംവിധാനം ഉണ്ടാവണം. അതിനോട് ചേർന്ന് 1 ഏക്കർ സ്ഥലം കൂടി ഇപ്പോൾ വിലയ്ക്ക് വാങ്ങി. കുറച്ച് പേരുടെ സഹായങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയുന്നില്ല.
ഈ നാട്ടിൽ സുമനസ്സുകൾ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ കണ്ണു തുറന്ന് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ റൂവൽ സിംഗിനെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് CSR ഫണ്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അവരുടേതായ കണ്ണുകൾ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. അതിന് ബഹുമാന്യരായ MP-യുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും നേതാക്കന്മാരുടെയും ഒക്കെ കണ്ണ് എത്തണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയായി മുന്നോട്ട് വയ്ക്കുകയാണ്. വ്യവസായ പ്രമുഖൻ രാജ് റൊട്ടാനാസ് ഉടമ D ത്യാഗരാജൻ, മാധ്യമപ്രവർത്തകൻ ഹരീഷ് പ്ലാമൂട്ടിൽ, വ്യവസായ പ്രമുഖൻ പളനി ഫാഷൻ ജ്വല്ലറി ഉടമ P സെൽവരാജ്, ഡോക്ടർ സോന, ഷൈന തുടങ്ങിയവർക്ക് അടൂർ പ്രകാശ് MP സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാദരവ് സമർപ്പിച്ച് ആദരിച്ചു. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M അടൂർ പ്രകാശ് MPക്ക് സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹോപകാരം സമർപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലതാ മോഹൻദാസ്, SNVRC ബാങ്ക് പ്രസിഡന്റ് നെടുങ്ങോലം രഘു, വട്ടക്കുഴിക്കൽ മുരളി, സമുദ്രതീരം പ്രസിഡന്റ് ശരചന്ദ്രൻ പിള്ള, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി N ശ്രീകണ്ഠൻ നായർ, മാമ്പള്ളി GR രഘുനാഥൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. തട്ടാമല മധു ചടങ്ങിന് നന്ദി പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ യോഗത്തിന് എത്തിച്ചേർന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് യോഗം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു.